Let's look into the book of Philemon. ഫിലോമോന്റെ പുസ്തകത്തിലേക്ക് നോക്കാം. Why do we study the word of God in church? സഭയിൽ എന്തിനാണ് നമ്മൾ ദൈവവചനം പഠിക്കുന്നത്? You see, the Holy Spirit is the one who leads us in the New Testament. പുതിയ നിയമത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ He പരിശുദ്ധാത്മാവാണ്. takes us out of the forest of our life. നമ്മുടെ ജീവിതത്തിന്റെ കാടുകളുടെ പുറത്ത് നമ്മളെ പഠിപ്പിക്കും. He brings us out. അല്ലല്ലേ, ആ കാടുകളിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും. And then he puts us in his way. തന്റെ വഴികളിൽ നമ്മളെ ആക്കും. And that way is the word of God. ആ വഴി എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ We should വഴിയാണ്. not make mistakes. We have to be full of wisdom. ആമേൻ. അബദ്ധം പറ്റാതിരിക്കുവാൻ നമുക്ക് ദൈവിക ജ്ഞാനം വേണം. Today we are going to look into the book of Philemon, one chapter. ഫിലോമോന്റെ പുസ്തകം ഒരു ചാപ്റ്ററേ ഉള്ള പുസ്തകത്തിന്. It's very easy to, lose it. ഹല്ലേലൂയ. തീത്തോസിന്റെ പുസ്തകം കഴിഞ്ഞാണ്. Thank you, brother. So there are so many insights in the book of Philemon. ഹല്ലേലൂയ. ഈ ഫിലോമോന്റെ പുസ്തകത്തിൽ നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ചകൾ കിട്ടും. I would like to focus on Paul and his life. അപ്പോസ്തലനായ പൗലോസിനെ തന്റെ ജീവിതത്തെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. Hallelujah. There are many mothers who sit at home because their children make a lot of noise. We are going to get a small TV in the next room so they can come to church, worship, and take the babies there and listen to the word of God. ആമേൻ ആമേൻ. ഹല്ലേലൂയ. അനേക മാതാക്കള് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് സഭയിൽ പോകാതിരിക്കും. എന്നാൽ അനേക മാതാക്കള് ചർച്ചിൽ വന്നിട്ട് കുഞ്ഞുങ്ങളെ ബേബി സിറ്റിംഗിൽ ഇരുത്തി അവർ ദൈവത്തിനെ ശ്രദ്ധിക്കും. For we, the heart of his mind is there. So what I said is we're going to get a TV so the mothers can go and sit there and don't worry, it will work. Things will work. No Relax. problem. Relax. Okay. Look into the book of Philemon today. ആമേൻ ആമേൻ. ഫിലോമോന്റെ പുസ്തകം ശ്രദ്ധിക്കാം. Hallelujah. Thank you, Jesus. I want to focus on this word here, which is beautiful. It says about acknowledgement. ആമേൻ ആമേൻ. ഹല്ലേലൂയ. അംഗീകാരം എന്നുള്ള വചനത്തെ ശ്രദ്ധിക്കാനാണ് ആഗ്രഹിക്കുന്നത്. Yes. Praise the Lord. കർത്താവേ. Verse 6 is a verse I would like you to focus. ആറാമത്തെ വാക്യം ശ്രദ്ധിക്കാം. That the communication of your faith may become effectual by the acknowledging of every good thing which is in you in Christ Jesus. ആമേൻ. ക്രിസ്തുവിനായി ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തിന്റെ എന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും സഹോദര വായിച്ചോ സഹോദര 5 നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന്. Amen. Praise God. This is Paul's prayer for brother Philemon. ഫിലമോന് വേണ്ടിയുള്ള അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയാണിത്. Now I think Philemon was part of the church in Colossae. ഞാൻ വിശ്വസിക്കുന്നു കൊലോസ്യയിലെ സഭയുടെ ഭാഗമായിരുന്നു ഫിലോമോൻ. There was a particular church structure there in that land. ആ ദേശത്തുണ്ടായിരുന്ന സഭയുടെ സ്ട്രക്ചർ അങ്ങനെയായിരുന്നു. In a radius of maybe 30 miles, there would have been 5 or 6 churches. 30 മൈൽ ചുറ്റളവിനുള്ളിൽ 5-6 സഭ കാണും. Amen. But they were all in love with one another. എന്നാൽ പരസ്പരം അവർക്ക് തമ്മിൽ സ്നേഹബന്ധമുണ്ട്. That was the kind of freedom they had in the new covenant. പുതിയ നിയമത്തിൽ അവർക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം അതായിരുന്നു. Today, our church also, I'm praying for that kind of a freedom where people will feel free. That is why we have cell meetings, by the way. ആമേൻ. ഇതേപോലുള്ള ഒരു ആളുകൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു ചർച്ച് സ്ട്രക്ചറാണ് ഞാനും ആഗ്രഹിക്കുന്നത്. Which means on a Sunday morning you all come together, worship, but we want you to have cell meetings where you are free to grow. We are also praying for us. Soon we'll have a Hindi cell meeting. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഞായറാഴ്ച നമ്മൾ കിടന്ന് ആരാധിക്കുന്നത് മാത്രമല്ല ഇട ദിവസങ്ങളിലെ സെൽ മീറ്റിങ്ങുകളും അവിടെ നമ്മൾ ആത്മീയമായി വളരുവാനുള്ള സാഹചര്യവും ഒരുക്കുക എന്നുള്ളതാണ്. And there was a church in Philemon's house. ഫിലോമോന്റെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. Which as you read that you will understand. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. And Paul is writing specifically to Philemon. പൗലോസ് പ്രത്യേകമായി ഫിലോമോൻ എഴുതുകയാണ്. What is he writing? Where is he writing from? എവിടെ നിന്നാണ് അപ്പോസ്തലൻ എഴുതുന്നത്? You get a small picture in the first verse. ഒന്നാമത്തെ വാക്യത്തിൽ അതിന്റെ ഒരു എവിടെ നിന്നാണെന്ന് മനസ്സിലാവും. He says, Paul, a prisoner of Jesus Christ, and Timothy, our brother, unto Philemon, our dearly beloved and fellow laborer. യേശുക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്ന പൗലോസ് ഫിലോമോനും എഴുതുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. What do you mean by being a prisoner of Jesus Christ? യേശുവിന്റെ ബദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? Number one, I want you to look into the attitude of the great apostle Paul. ഈ മഹാനായ അപ്പോസ്തലന്റെ മനോഭാവം ശ്രദ്ധിക്കണം. Paul does not say, I am a prisoner, and he doesn't start crying about his problem. He says, I am a prisoner of the Lord Jesus Christ. ആമേൻ. തന്റെ പ്രശ്നത്തെ ഓർത്ത് അദ്ദേഹം കരയോ കണ്ണീരൊഴുക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തുയേശുവിന്റെ എന്റെ ബദ്ധനാണ്. What a grace God has given to this man. ഇദ്ദേഹത്തിന് ദൈവം കൊടുത്ത കൃപ എത്ര I വലുതാണ്. say, my brothers and sisters, he is in a place, let us say he is in an underground cell
which is lower than what we have right now. ആമേൻ ആമേൻ. നമ്മളിപ്പോൾ കാണുന്നതിനേക്കാൾ വളരെ താഴെയുള്ള ഒരു കുണ്ടറയ്ക്കുള്ളിലാണ് ഇന്നത്തെ നിമിഷം കിടക്കുന്നത്. No light after 4 o'clock in the night. വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ There വെളിച്ചമില്ല. has to be lights. ഹല്ലേലൂയ. ലൈറ്റ് നമ്മളെല്ലാം ലൈറ്റ് അനുഭവിക്കുന്നത്. All kinds of people. വ്യത്യസ്തരായ ആളുകൾ. In the midst of that, here is a man writing a letter to Philemon. ആമേൻ. ഈ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിൽ ഒരു ദൈവദാസൻ ഫിലോമോന് എഴുത്തെഴുതുകയാണ്. Hallelujah. And what is saying? I am a prisoner of Jesus Christ. അദ്ദേഹം പറയുകയാണ് തന്നെ പരിചയപ്പെടുത്തുക. What an amazing attitude. എത്ര മനോഹരമായ ഒരു മനോഭാവമാണ്. He has no complaints. അദ്ദേഹത്തിന് യാതൊരു പരാതിയും. He does not say, I came and preached the gospel. Why am I put in a prison? He doesn't say that. Rather, he sees that prison as an opportunity to save somebody else. ആമേൻ ആമേൻ ആമേൻ. ഞാൻ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിച്ചു, ഞാനിപ്പോൾ തടവറയിലായി, എന്തുകൊണ്ട് എന്ന് ചോദിക്കാതെ ഇപ്പോൾ ഞാൻ തടവറയിലായിരിക്കുന്നു, എനിക്ക് ആയിരിക്കുന്ന ഈ തടവറ ഞാൻ സുവിശേഷീകരണത്തിലുള്ള ഒരു അവസരമാക്കുകയാണെന്നുള്ള നന്ദിയോടെ അദ്ദേഹം എഴുതുകയാണ്. That's the beauty I see in the man Paul. അതാണ് പൗലോസിൽ കാണുന്ന നന്മ. That is the character of the Lord Jesus Christ himself. യേശുവിന്റെ തന്നെ സ്വഭാവമാണത്. If you will kindly turn with me to the book of Philippians. ഫിലിപ്പിയ ലേഖനം നമ്മൾ ശ്രദ്ധിച്ചാൽ There also you see Paul mentioning the same thing. ഇതേ കാര്യം അപ്പോസ്തലനായ പൗലോസ് അവിടെയും രേഖപ്പെടുത്തുന്നു. And he talks there about being a prisoner of the Lord Jesus Christ. അവിടെയും ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നു. And there he goes on to say the benefits of his being a prisoner of the Lord Jesus Christ. കർത്താവിന്റെ ബദ്ധനായിരിക്കുന്നതിനുള്ള പ്രയോജനത്തെ പറ്റി അവിടെ പറയുന്നു. There, as you see in chapter 1, verse 12, he says, you should understand, my dear brothers, that the things which happened to me have fallen out rather under the furtherance of the gospel. What a manner. Oh, hallelujah. What a grace. He's not saying about himself. He says, whatever has happened to me has happened for the furtherance of the kingdom of God. See verse 13. What happened? So that my bonds in Christ are manifest in all the palace and in all other palaces. Amen. Hallelujah. 13ാമത്തെ വാക്യം, എന്റെ ബന്ധനങ്ങൾ ക്രിസ്തുമിത്തമാകുന്നു എന്ന അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും. Verse 14, and many of the brethren in the Lord, waxing confident by my bonds, are much more bold to speak the word without fear. സഹോദരന്മാർ മിക്കപേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. Look at this man's character. ഈ മനുഷ്യന്റെ സ്വഭാവം ഒന്ന് ശ്രദ്ധിച്ചേ. He's in the jail. അതേ ജയിലിൽ കിടക്കുക. Because he's in the jail, ജയിലിൽ കിടക്കുന്നതുകൊണ്ട് he's getting an opportunity to speak to the palace guard. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. കൊട്ടാരത്തിലെ കാര്യസ്ഥന്മാരോടും ഒക്കെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. The palace guard is asking him. ഹല്ലേലൂയ. കൊട്ടാരത്തിലെ ശുശ്രൂഷകന്മാർ ഇദ്ദേഹത്തോട് ചോദിക്കുക, So you're very different. നിങ്ങൾ എല്ലാരെ പോലെ അല്ലല്ലോ. You're not like other prisoners. മറ്റു ജയിൽ പുള്ളികളെ പോലെ അല്ലല്ലോ. That is enough for a man like Paul to start preaching the gospel. ഈ പൗലോസ് ഉണ്ടല്ലോ ഇങ്ങനെ ഒരു അവസരം കാത്തിരിക്കുക. Yes, I don't want to look at the negatives. Let's look at the positive. Paul immediately jumped into the situation. ഈ വിഷയത്തിലേക്ക് പൗലോസ് എടുത്തിയാടി. Paul said, I am different, man. നിശ്ചയമായിട്ട് ഞാൻ വ്യത്യസ്തനാ. And he may ask the person, why do you think I am different? പിന്നെ ചോദിച്ചാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തൻ? I see the glory of the Lord on you. ആമേൻ. അവർ പറഞ്ഞു കാണും, നിന്റെ മേൽ ഒരു പ്രത്യേക ദൈവതേജസ്സുണ്ട്. Something different about you. നിന്നെ പറ്റി ഒരു പ്രത്യേകതയുണ്ട്. Paul said, sir, shall I tell you the secret? ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു കാണും, എന്താണെന്നറിയോ രഹസ്യം? Shall I tell you the secret of my beauty? എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് I പറയട്ടെ. did not go to a beauty palace. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയതുകൊണ്ടല്ല. I did not go to a beauty parlor. ബ്യൂട്ടി പാർലറിൽ പോയതുകൊണ്ടല്ല. But I have the beauty of my Lord on me. ഓ, എന്റെ കർത്താവിന്റെ സൗന്ദര്യം നീ കാണുന്നേ. Then as he was telling the gospel, Paul would have been praying, Lord, let this man listen to me. Let this man listen to me. He would have been praying like that. And the guard would have been listening now. ആമേൻ ആമേൻ. അങ്ങനെ ഈ വ്യക്തിയോട് സുവിശേഷം സംസാരിക്കുമ്പോൾ പൗലോസിന്റെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ മനുഷ്യന് കേൾക്കാൻ ചെവി തുറക്കണം. അങ്ങനെ ഈ മനുഷ്യൻ ശ്രദ്ധിക്കുക. I said, this man Paul, he wants to preach the gospel wherever he is. ആമേൻ. ഈ പൗലോസ് എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ എവിടെ കൊണ്ടിട്ടാലും താൻ യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കും. Do you think there's going to be a pulpit there? ഹല്ലേലൂയ. ഈ ജയിലിനകത്ത് ഒരു പുൾപിറ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? No pulpit there. അവിടെ പുൾപിറ്റ് ഇല്ല. Hallelujah. But he preached the gospel. എങ്കിലും അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുക. So the guard heard this. ഹല്ലേലൂയ. അതേ ഗാർഡ് ഇത് കേട്ടു. And then he went to another guard. മറ്റൊരു ഗാർഡിനോട് ഇദ്ദേഹം പോയി പറഞ്ഞു, Did you speak to that bald guy there? ഹല്ലേലൂയ. ആ മുട്ടത്തലയും പറയുന്നത് നിങ്ങൾ കേട്ടോ? He has got some stuff, man. അവന്റെ ഉള്ളിൽ ചിലത് ഉണ്ടടാ. Yeah, go and listen to him. അവനെ ഒന്ന് ശ്രദ്ധിച്ചേ. Yes, and then second fellow goes there. അടുത്ത ഗാർഡ് വന്നു. He says, അദ്ദേഹം പറഞ്ഞു, a small problem. ഒരു പ്രശ്നം. There is something awesome about you.
നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. Will you pray for me? എനിക്കത് പ്രാർത്ഥിക്കാമോ? I have a problem with my knees. എൻ്റെ മുട്ടിന് വേദന. Paul would have prayed for his knees. അവന്റെ മുട്ടിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചു. He would have been healed. അദ്ദേഹത്തിന് സൗഖ്യം കൊടുത്തു. Another person in the kingdom of God. വേറൊരാൾ ദൈവരാജ്യത്തിലേക്ക് Now, വന്നു. do you know where Paul is? പൗലോസ് ഇപ്പോ എവിടാ? Paul is in the prison. അല്ലല്ലേ ജയിലിൽ കിടക്കുക. And in those days, do you know what the Roman prisons are? ആ കാലഘട്ടങ്ങളിലെ റോമൻ തടവറകൾ എങ്ങനെയായിരുന്നു അറിയാമോ? Sometimes you have to have your ankles chained. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങളുടെ കാലുകള് ഹല്ലേലൂയ സ്തോത്രം ബന്ധിച്ചിരിക്കും. Even in the jail, ജയിലിനകത്ത് തന്നെ there is a restriction of movement. അവിടെ ഹല്ലേലൂയ സ്തോത്രം മൂവ് ചെയ്യാനെ കൊണ്ട് തടസ്സമുണ്ട്. Now look at Paul. പൗലോസിനെ നോക്കി. He's preaching the gospel of freedom. ഇവിടെ നോക്കുക, ഇദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം But പ്രസംഗിക്കുന്നു. he himself is bound externally. നോക്കണമേ, തന്റെ തന്നെ ശരീരം ബന്ധിക്കപ്പെട്ടിരിക്കുക. A clever guard comes there. മിടുക്കനായിട്ടുള്ള ഒരു ഗാർഡ് വന്നു. I heard you're a good preacher. നീ ഒരു പ്രസംഗനാണ് ഞാൻ And കേട്ടല്ലോ. when you pray, people are healed. നീ പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾക്ക് സൗഖ്യം And ഉണ്ടെന്ന് you കേട്ടു. are talking about deliverance. വെടിവെത്തലിനെ പറ്റി നീ പറയുക അല്ലേ? But look at your legs. നിന്റെ കാലം ഒന്ന് നോക്കിക്കേ. You yourself are chained. നീ തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുകയല്ലേ? What do you think Paul would have told him? അപ്പൊ പൗലോസ് എന്ത് പറഞ്ഞു കാണും? Today I may be in the jail, ഒരു പക്ഷെ ഇന്ന് ഞാൻ ജയിലിലായിരിക്കും. but tomorrow I'm going to go out and preach the word of God. നാളെ ഞാൻ സ്വതന്ത്രനായി സുവിശേഷം പ്രസംഗിക്കും. You may feel that you are not in the jail, ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ജയിലിലല്ല. but you know eternally you are going to be bound in hell. He would have asked that person straight. ആമേൻ. പൗലോസ് നേരിട്ട് ചോദിച്ചു കാണും, നിങ്ങൾ ഇപ്പോൾ ചങ്ങല നിങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ നിത്യമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് അറിയാമോ? Probably that man would have asked, I want to know more about eternity. ഹല്ലേലൂയ. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു കാണും, എനിക്ക് നിത്യതയെ പറ്റി കൂടുതൽ അറിയാമോ? That is enough for Paul. പൗലോസിന് ഒരു അവസരം കിട്ടി. He said, let me tell you about eternal redemption. നിത്യമായ വീണ്ടെടുപ്പിന്റെ ഞാൻ പറയാം. And he said, Jesus Christ is the only person who can redeem you eternally. നിത്യമായി നിന്നെ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. Then this man would have told Paul like this. അതേ അപ്പോൾ പൗലോസിന് പറഞ്ഞു കാണും, Paul, my grandmother goes to the Apollo's temple every day. പൗലോസ് നിനക്കറിയാം, എന്റെ വല്യമ്മ ചെന്ന് അപ്പോളോയുടെ അമ്പലത്തിൽ പോന്ന. And Apollo can take me to heaven. അപ്പോളോ എന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകും. That is enough for Paul. അത് പൗലോസിന്റെ അവസരമായി. Paul was he was very educated. അദ്ദേഹം വളരെ വിദ്യയുള്ളവനാണ്. He will say, you know who Apollo is? ഹല്ലേലൂയ. പൗലോസ് ചോദിച്ചാണ്, അപ്പോളോ ആരാന്ന് നിനക്കറിയാം? Hey, my brother, Apollo is not real. അപ്പോളോ യഥാർത്ഥ ദൈവമല്ല. The real God is Jesus Christ. യഥാർത്ഥ ദൈവം യേശു ക്രിസ്തുവാ. And when Paul speaks, the power of the anointing comes upon the people. ഹല്ലേലൂയ. ഈ സത്യം പൗലോസ് പറയുമ്പോൾ ദൈവശക്തി ജനത്തിന് കടന്നു വന്നു. And the influence of the foreign god moves away from this man. ആമേൻ ആമേൻ. വിഗ്രഹ അന്യാരാധന ശക്തികളുടെ ബന്ധനങ്ങളിൽ ശക്തിയോടൊന്ന് മാറിപ്പോകും. In other words, Paul, wherever you put him, there is a revival. ആമേൻ. മറ്റൊരു പറഞ്ഞ പൗലോസിനെ എവിടെ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടാലും അവിടെ ഒരു ഉണർവുണ്ടാവും. You take him to King Agrippa, there is a revival. അഗ്രിപ്പാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ട് അവിടെ ഉണർവ്. Because Agrippa says, I am almost persuaded to listen to the gospel. അഗ്രിപ്പാ പറഞ്ഞു, പൗലോസെ ക്രിസ്ത്യാനിയായി തീരാൻ നീ എന്നെ നിർബന്ധിക്കുക. That is what God wants from us. അതേ ആറ്റിറ്റ്യൂഡ് മനോഭാവമാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത്. You know, the devil should say, പിശാച് പറയും, there comes that Pastor Thomas Jones. പാസ്റ്റർ തോമസ് ജോർജ് വരുന്നു, I have to somehow stop him. എനിക്ക് അവനെ തടയണം. The minute he comes in, there is going to be salvation. അവൻ ആരോട് സംസാരിച്ച വിടുതല. How many of you want to be like that? അങ്ങനെ എത്ര പേർക്ക് ആവണം? I want to be like that. എനിക്ക് അങ്ങനെ ആവണം. Hallelujah. Hallelujah. That's the beauty of the character of Paul. പൗലോസിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത Now, അതാണ്. similarly, when Paul was in jail, he met a young man called Onesimus. അല്ലെ അതുപോലെ തന്നെ അപ്പോസ്തലൻ പൗലോസ് ജയിലിൽ കിടന്നപ്പോൾ ഒനേസിമോസ് എന്ന ഒരു യൗവനക്കാരനുമായി പരിചയപ്പെട്ടു. Hallelujah. Onesimus was a slave. ഹല്ലേലൂയ. ഒനേസിമോസ് ഒരു അടിമയായിരുന്നു. Hallelujah. Onesimus had also come to the jail. ഈ ഒനേസിമോസ് അടിമയായിരുന്ന ഒനേസിമോസ് ജയിലിൽ വന്നു. And Paul kept on preaching to him. ഇദ്ദേഹത്തോട് പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. And he came to the Lord Jesus Christ. യേശുവിന്റെ അടുത്തേക്ക് ഈ വ്യക്തി വന്നു. As Paul began to preach to him, Paul realized something. ഹല്ലേലൂയ. ഇദ്ദേഹത്തോട് പ്രസംഗിച്ചപ്പോൾ പൗലോസിന് കാര്യം മനസ്സിലായി. This Onesimus was formerly the slave of a man called Philemon. ഹല്ലേലൂയ. ഈ ഒനേസിമോസ് നേരത്തെ ഫിലോമോൻ എന്ന് പറയുന്ന പൗലോസിന് അറിയാവുന്ന ഒരു വ്യക്തിയുടെ അടിമയായിരുന്നു. Hallelujah. By the way, the word Philemon means one who kisses. ആമേൻ ആമേൻ. ചുംബിക്കുന്നവൻ എന്നാണ് ഫിലോമോൻ എന്ന് That പറയുന്നത്. means a man full of love. അതിന്റെ അർത്ഥം സ്നേഹം നിറഞ്ഞവൻ. So I told you that Philemon had a church in his own house, and this Onesimus was his servant or his slave. ആമേൻ ആമേൻ. നമ്മൾ പറഞ്ഞല്ലോ, ഫിലോമോന് തന്റെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. യൊനേസിമോസ് എന്ന് പറഞ്ഞ വ്യക്തി തന്റെ അടിമയായിരുന്നു. And Onesimus took some money, stole some money from Philemon and ran away to Rome. ആമേൻ ആമേൻ. എന്നാൽ യൊനേസിമോസ് എന്ന് പറയുന്ന ദാസൻ ഫിലോമോനിൽ നിന്ന് കുറെ പണം മോഷ്ടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. And he came into the jail. അങ്ങനെ അദ്ദേഹം പിടിക്കപ്പെട്ട് ജയിലിൽ വന്നു. God caught him there through Paul. പൗലോസിൽ കൂടെ ദൈവം അദ്ദേഹത്തെ പിടിക്കുക. Now there was a genuine conversion. അവിടെ യഥാർത്ഥ മാനസാന്തരം. And he wants to go back to
his boss. ഹല്ലേലൂയ. ഇപ്പോൾ അദ്ദേഹം തന്റെ യജമാനായ ഫിലോമന്റെ അടുത്ത് മടങ്ങി പോകും. Here is a second message for us today. നമുക്കുള്ള രണ്ടാമത്തെ സന്ദേശം, Genuine repentance always speaks about bearing fruits of repentance. ആമേൻ ആമേൻ. യഥാർത്ഥ മാനസാന്തരം മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പറയും. Oh, my dear church, I want to speak it in the name of the Lord Jesus Christ very gently but strongly. If there is no fruit of repentance, your repentance is not perfect. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. മാനസാന്തരത്തിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ നമ്മുടെ മാനസാന്തരം സത്യമല്ല. I hope and pray that the devil will not fool you into thinking, we left that church, we are here, just a change of building, just a change of seat. No, here we preach repentance worthy of fruits worthy of repentance. ഹല്ലേലൂയ. വേറൊരു ചർച്ചിൽ നമ്മളായിരുന്നു, അവിടെ നിന്ന് കസേര മാറി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം ശരിയായി നമ്മൾ വിചാരിക്കരുത്. യഥാർത്ഥ മാനസാന്തരപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുക തന്നെ ചെയ്യും. നമ്മളിത് വ്യക്തമായി പ്രസംഗിക്കും. You know what today's many repentance, not in this church, generally what repentance is? പൊതുവെ ആളുകൾ എന്താ മാനസാന്തരം വിചാരിക്കുന്നത്? You are going towards the world ലോകത്തിലേക്ക് പോവുകയാ, and you are going against God. ദൈവത്തിനെതിരെ പോവുകയാ. So somebody told you, ചിലർ നിങ്ങളോട് you have to turn around. നിങ്ങളെ തിരിഞ്ഞേ പറ്റൂ. So that you turned around. നിങ്ങളെ അല്ലെങ്കിൽ ഡയറക്ഷൻ മാറി. But you are still going like this. ഇപ്പോഴും ഉണ്ടല്ലോ, നേരത്തെ മുന്നോട്ട് പോകാതെ ഇപ്പൊ പുറകോട്ട് പോകും. That's all. ഹല്ലേലൂയ. Are you understanding this? മനസ്സിലാവുന്നുണ്ടോ? Not you. I'm telling about repentance. ആമേൻ. നിങ്ങളെ പറ്റി പറയുകയല്ല, മാനസാന്തരത്തെ പറ്റി പറയുക. Did you understand? I'm going to explain it one more time. ഒരിക്കൽ കൂടെ വിശദമാക്കാം. Before we were born again, നാം വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് God was behind us. ദൈവം നമ്മുടെ പുറകിലായിരുന്നു. We were enemies of God. ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. Okay, and we were going towards the world and to hell. ലോകത്തിലേക്കും നരകത്തിലേക്കും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. Okay, we were going like this. ഇങ്ങനെ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. But now somebody told you should turn around. ഇപ്പോൾ നമ്മുടെ ഡയറക്ഷൻ മാറി. We turned around. നമ്മൾ കർത്താവിലേക്ക് We are തിരിഞ്ഞു. supposed to walk closer to God. നമ്മൾ തിരിഞ്ഞ് എന്തിനാ? കർത്താവിന്റെ അടുത്തേക്ക് നടക്കാനാ. But how do most people go? എങ്കിലും കൂടുതൽ ആളുകൾ എങ്ങനെ ചെയ്യുന്നേ? I have decided to follow Jesus. That is not repentance. യേശുവിനെ പിൻപറ്റാൻ തീരുമാനിക്കുന്ന പാട്ടുള്ളപ്പോൾ തന്നെ കർത്താവിനെ അടുക്കുന്നതിന് പകരം പുറകോട്ട് മാറുക. I'm going to tell you two stories of genuine repentance. Listen. യഥാർത്ഥ മാനസാന്തരത്തിന്റെ രണ്ട് കഥ A പറയാം. close friend of mine. എന്റെ ഒരു അടുത്ത സുഹൃത്ത് He's in Bangalore. ബാംഗ്ലൂരിലാണ്. He came from a Jacobite Orthodox background. യാക്കോബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്ന വ്യക്തി. Wonderful people, wonderful family. നല്ലൊരു കുടുംബമാ. Jesus touched him. യേശു അവരെ തൊട്ടു. And when Jesus touched him, യേശു അവരെ തൊട്ടപ്പോൾ he felt by himself തനിക്ക് തന്നെ തോന്നി that he should buy some platform tickets from the Indian government. ഇന്ത്യൻ Railway platform tickets. ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്നും റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വാങ്ങിക്കണം തോന്നി. No pastor told him. ഒരു ഭാഷണം പറഞ്ഞില്ല. And he bought railway platform tickets worth about 600 or 750 rupees in those days. ആ കാലഘട്ടത്തിൽ 750 രൂപയ്ക്ക് അടുത്തുള്ള പണത്തിന് അദ്ദേഹം പ്ലാറ്റ്ഫോം ടിക്കറ്റ് വാങ്ങി. And he burned it. അദ്ദേഹം അത് കരിച്ചു കളഞ്ഞു. So he explained it like this. അദ്ദേഹം അതിനെ ഇങ്ങനെ വിശദീകരിച്ചു. I have traveled in the government train with these things happen in India without train many years. After the Lord Jesus Christ touched me, I felt it was wrong. So this is the way I have restituted. ആമേൻ ആമേൻ. അദ്ദേഹം അതിനെ ഇങ്ങനെയാണ് വിശദീകരിച്ചത്. പലപ്പോഴും ഞാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി ഇത്ര പണം ഹല്ലേലൂയ ഞാൻ സർക്കാരിന്റെ ഇത് കൊള്ളയടിച്ചു. എന്നാൽ എനിക്ക് മാനസാന്തരത്തിന്റെ ബോധം വന്നപ്പോൾ ഹല്ലേലൂയ ഈ ഞാൻ കൊള്ളയടിച്ച തെറ്റാണെന്ന് എനിക്ക് ബോധം വന്നപ്പോൾ അത്രയും പണത്തിന്റെ ടിക്കറ്റ് വാങ്ങിച്ച് ഞാൻ അത് കരിച്ചു കളഞ്ഞു. ഈ പണം ഞാൻ തിരിച്ചടച്ചു. ഞാൻ മാനസാന്തരപ്പെട്ടു. That is the fruit of repentance. അതാണ് യഥാർത്ഥ മാനസാന്തരത്തിന്റെ ഫലം. I'm going to tell you I know a young man who came to the Lord. കർത്താവിലേക്ക് വന്ന ഒരു യൗവനക്കാരനെ എനിക്കറിയാം. The Lord touched his heart. കർത്താവ് തന്റെ ഹൃദയത്തെ തൊട്ടു. The Holy Spirit reminded him പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. how 3 years ago he had shouted at the principal of a college. 3 വർഷങ്ങൾക്ക് മുമ്പേ ഒരു കോളേജ് പ്രിൻസിപ്പലിനോട് അദ്ദേഹം ആക്രോശിച്ച കാര്യം പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. This young man was a little bit in the politics of the college in Kerala. Kerala is a state in India. ഇന്ത്യയിലെ കേരളത്തിലുള്ള സംസ്ഥാനത്തിലെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം കോളേജിലെ പൊളിറ്റിക്സിൽ സജീവമായ വ്യക്തിയായിരുന്നു. And when the principal of the college came, he shouted at the principal. കോളേജിലെ പ്രിൻസിപ്പൽ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ആക്രോശിച്ചു. And when this man was born again, ഈ മനുഷ്യൻ വീണ്ടും ജനിച്ചപ്പോൾ the Holy Spirit gently reminded him. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. So this young man took a postcard. അപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് കാർഡ് എടുത്തു. And he wrote a letter. ഒരു ലെറ്റർ എഴുതി. That principal is a father, or you call him a father. He's a priest. ഹല്ലേലൂയ. ആ പ്രിൻസിപ്പൽ ഒരു പുരോഹിതനായിരുന്നു. He wrote a letter to them, dear Achan. ഹല്ലേലൂയ. പ്രിയ അച്ഛ എന്ന് പറഞ്ഞ് എഴുത്തെഴുതി. I shouted at you in front of everybody on such and such a day. Please forgive me. I have accepted Jesus. Immediately the reply came, my son, I have been praying for you from then.
ഹല്ലേലൂയ. അതേ എഴുതി പ്രിയാച്ചോ ഇതുപോലെ അങ്ങയുടെ കോപിക്കുവാൻ എനിക്കിടയായി. എന്നാൽ ഞാനിപ്പോൾ യേശുവിനെ സ്വീകരിച്ചു, എന്നോട് ദയവായി ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുത്തെഴുതി. അദ്ദേഹത്തിന് എഴുത്തിന് മറുപടി കിട്ടി. എൻ്റെ കുഞ്ഞെ, നീ അന്ന് തന്നെ ഞാൻ നിന്നോട് ക്ഷമിച്ചതാണ്, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. Hallelujah. സ്തോത്രം. Praise God. Bear, do not just say, I repented, I said everything, no and all. Ask the Holy Spirit. ആമേൻ, ആമേൻ. നമ്മളെ മാനസാന്തരപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നതിന് അപ്പുറമായി പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. I have so many testimonies in this church where people will tell me what really happened. ആമേൻ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് ആൾ പറയുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ If our സഭയിലുണ്ട്. repentance is not genuine, ഹല്ലേലൂയ. then there can be we can have a faulty foundation in the kingdom of God. ആമേൻ, ആമേൻ. നമ്മുടെ മാനസാന്തരം യഥാർത്ഥത്തിൽ ശരിയല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനം ഹല്ലേലൂയ യഥാർത്ഥ അടിസ്ഥാനമായിരിക്കത്തില്ല. So the first thing, the second message today, precious saints, is let our repentance be genuine. Let us have fruits of repentance, and also remember, repentance is a continuous process in the kingdom of God. ആമേൻ, ആമേൻ. നമുക്ക് ഉറപ്പ് വരാം, നമ്മൾ മാനസാന്തരപ്പെട്ടു. നമ്മുടെ മാനസാന്തരത്തിന് യഥാർത്ഥ ആത്മാർത്ഥമായിട്ടുള്ള മാനസാന്തരമാണ്. ആ മാനസാന്തരം അവിടെ നിൽക്കുന്നില്ല, തുടർന്നും നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. So this man is getting ready to go back to Onesimus. ഇപ്പോൾ ഈ അല്ലല്ലേ ഒനേസിമോസ് ഇപ്പോൾ ഫിലോമോന്റെ അടുത്തേക്ക് മടങ്ങി പോവുകയാണ്. But you know, he has naturally a small problem. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്. How to face this man, because he has taken some money. പണം മോഷ്ടിച്ചതല്ലേ, എങ്ങനെ യജമാനെ അഭിമുഖീകരിക്കും? Hallelujah. സ്തോത്രം. Supposing Pastor George takes some money from me. ജോർജിനിൽ നിന്ന് കുറെ പണം മോഷ്ടിച്ചാൽ And then I didn't say that. എടുക്കാൻ മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞു. എടുത്താലതേ പറഞ്ഞില്ലെങ്കിൽ അതൊരു വെള്ളവെച്ചൊരു വാക്കെന്നേ ഉള്ളൂ. Supposing it'll be very difficult for him to face me, isn't it? അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, Even if he has repented, മാനസാന്തരപ്പെട്ടത് പറഞ്ഞാലും even if he has restituted, you know, it's difficult for us to face people who we have wronged. യഥാസ്ഥാനപ്പെട്ടു എന്ന് പറഞ്ഞാലും നമുക്ക് മുമ്പേ പ്രയാസമുള്ള വ്യക്തികളുമായിട്ട് യഥാസ്ഥാനപ്പെട്ട ബുദ്ധിമുട്ടാണ്. Just think, if there are people who you have hurt with your words, ചിന്തിക്കുക, നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ and മുറിപ്പെടുത്തിയിട്ടുണ്ട്, the Lord tells you to go and apologize to them. അവരോട് പോയി ക്ഷമ ചോദിക്കാൻ കർത്താവ് പറഞ്ഞു. Have you gone through situations like that? I have. അങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് Many times. പലപ്പോഴും. Have you felt like that? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? There is something that doesn't allow you to really go and ask forgiveness. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ പോയി അവരോട് ക്ഷമ ചോദിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. You know what we may maximum do? പരമാവധി നമ്മൾ എന്ത് ചെയ്യും? Brother, if I have offended you, ഞാൻ വല്ലതും ചെയ്തെന്ന് തോന്നിയാൽ പൊറുക്കണം. If I have offended you, what is that? ആമേൻ. ഹല്ലേലൂയ. ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് തോന്നിയാൽ അത് കൃത്യമായിട്ട് അംഗീകരിക്കത്തില്ല. I tell you what the real repentance is, my brother. I have hurt you with my words. ആമേൻ, ആമേൻ. I pray that you will forgive me. I've asked the Lord already forgiveness. Please don't. That is relationship. That is repentance. And you need a lot of humility to do that. ആമേൻ, ആമേൻ. യഥാർത്ഥ മാനസാന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, അനുഭവപ്പെടുത്തണമെങ്കിൽ ഒരുപാട് താഴ്മേന ആവശ്യമാണ്. വ്യക്തിയോട് പോയി പറയുക, സഹോദര, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു, സത്യമാണ്, തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണം, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയണമെങ്കിൽ ഒരു വലിയ താഴ്മ കർത്താവ് നമുക്ക് തന്നു. You know what people normally say? സാധാരണ ആളുകൾ എന്ത് പറയും? I have nothing against them. എനിക്ക് അവർക്കെതിരെ ഒന്നുമില്ല. വേണം ഇങ്ങോട്ട് വരട്ടെ. Let them come to me. That's not Christianity. അതല്ല ക്രിസ്ത്യാനിത്വം. No. Praise the Lord. No. Hallelujah. Praise you, Where Lord. there is genuine repentance, remember there is a fruit of repentance. ആമേൻ, ആമേൻ. യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ഫലമുണ്ട്. I don't teach that you should go and restitute for everything that you did, but the Holy Spirit will show you have to obey the Holy Ghost. ആമേൻ, ആമേൻ. പോയി എല്ലാ വിഷയങ്ങളിലും പോയി യഥാസ്ഥാനപ്പെടുത്തണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഹല്ലേലൂയ. പൊതുവെ യഥാസ്ഥാനപ്പെടുത്തുക തന്നെ ചെയ്യണം. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക വിഷയം നമ്മളെ കാണിച്ചു തന്നാൽ അവിടെ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി ആ വിഷയത്തെ നിങ്ങൾ ഏറ്റെടുക്കുകയും അവിടെ യഥാർത്ഥ മാനസാന്തരം പ്രാപിക്കുകയും ചെയ്യണം. Hallelujah. That's a beautiful message I want to tell you today. That's the third message that's coming. Amen. Repentance is always with restitution. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. മാനസാന്തരം യഥാസ്ഥാപനത്തോട് കൂടിയ ഒരു മാനസാന്തരമാണ്. Let me tell you something. Listen. ഒരു കാര്യം പറയട്ടെ. We all know that we should not hurt or offend anointed servants of God. നമുക്കെല്ലാം അറിയാം, അഭിഷക്തന്മാരായ ദേവദാസന്മാരെ നമ്മൾ മുറിപ്പെടുത്താനെ കൊണ്ടോ അവർക്കെതിരെ ഒന്നും പറയാനോ പാടില്ല. But remember, any person you hurt is a child of God. ആമേൻ, ഹല്ലേലൂയ. ദേവദാസന്മാർ മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ മുറിപ്പെടുത്തിയാൽ അവരും ദൈവമക്കളാണ്. The least child in this church, supposing I start beating Akku, ഹല്ലേലൂയ. ഏറ്റവും കൊച്ചു കുഞ്ഞിനെ ഞാൻ ഒന്ന് ശല്യപ്പെടുത്തിയാൽ she'll keep screaming. അവൾ വഴക്കരയും. Okay, I say, child, take the child out. Because we are holy people. But have you thought of, sometimes you even need, let me tell you, I have apologized to both my daughters when they were young. ആമേൻ.
കുഞ്ഞുങ്ങൾ രണ്ടുപേരും ചെറുതായിരുന്നപ്പോൾ ഞാൻ അവരുടെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. Oh, yes. ചോദിച്ചിട്ടുണ്ട്. When I've shouted at my wife എന്റെ ഭാര്യയോട് ഞാൻ ആക്രോശിച്ചപ്പോൾ in front of my children, എന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് I have apologized to them. ഞാൻ ഈ കുഞ്ഞുങ്ങളോട് ക്ഷമ I'm ചോദിച്ചു. not sorry to preach it out. ഹല്ലേലൂയ. അത് നിങ്ങളോട് പറയുവാൻ പ്രസംഗിക്കാൻ എനിക്ക് യാതൊരു ലജ്ജയുമില്ല. No, I have said the girls, I shouted at your mom. It is daddy's mistake. I ask you forgiveness. ആമേൻ. ഞാൻ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അമ്മയോട് ഞാൻ വളരെ ആക്രോശിച്ചു കോപിഷ്ഠനായിട്ട് പെരുമാറി, അത് ശരിയായിരുന്നില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. Will I lose my image? ഹല്ലേലൂയ. എൻ്റെ ആ ഇമേജ് ഒക്കെ നഷ്ടപ്പെടും അങ്ങനെ Will ചെയ്താൽ my children stop looking at me and my dad? എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ പിന്നെ താഴെ അല്ലെങ്കിൽ കാണേണ്ട പോലെ കാണാതിരിക്കുമോ? I know they respect me and love me deep inside their heart. എനിക്കറിയാം അവരുടെ ഹൃദയത്തിൽ അവർ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. It's not enough that we say people have to sometimes see acts of restitution. ആമേൻ ആമേൻ. നമ്മൾ വായ കൊണ്ട് പറയുക മാത്രമല്ല, ആ പറയുന്നതിനനുസരിച്ചുള്ള പ്രവൃത്തി നമ്മൾ ചെയ്ത് നമ്മൾ യഥാസ്ഥാനപ്പെടണം. I have personally apologized to the church when I have spoken some words. I have come and told you I am sorry I said that word or I did. How many of you know that? ആമേൻ ആമേൻ. സഭയിൽ അരുതാത്ത ചില വാക്കുകൾ പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയപ്പോൾ പരസ്യമായിട്ട് വന്ന് സഭയിൽ അരുതാത്ത വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. I ക്ഷമിക്കണം. want to tell you the story of a great man of God. ഒരു വലിയ ദൈവദാസന്റെ കാര്യം He പറയാം. had about 6 lakhs of people in his church. அந்த സഭയിൽ 6 ലക്ഷം അംഗങ്ങളുള്ള സഭ. One day the Holy Spirit told him like this. ഒരു ദിവസം പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു, Tomorrow when you go into your meetings, you are going to tell the entire church that you did a sin yesterday. ഹല്ലേലൂയ. ഇന്ന് നാളെ നീ ദൈവജനത്തിന്റെ മുമ്പാകെ ശുശ്രൂഷിക്കാനായി കടന്നു പോകുമ്പോൾ ആദ്യം നീ അവരോട് ഇത് പറയണം, ഇന്നലെ ഞാൻ പാപം ചെയ്തു. The man said, Lord, do you really want me to say that? ദേവദാസ് ചോദിച്ചു, കർത്താവേ അങ്ങനെ തന്നെ പറയണോ? The people may look down on me, the people may go away. ആളുകൾ എന്നെ എങ്ങനെ കാണും, പിന്നെ അത് കഴിഞ്ഞ് അവർ ചർച്ച വിട്ടു പോകുമോ? The Lord said, you obey me, man. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, മനുഷ്യൻ നീ എന്നെ അനുസരിക്കേ. This man stood up the next day. അദ്ദേഹം അടുത്ത ദിവസത്തെ എഴുന്നേറ്റ് നിന്നു. Of course, he asked God forgiveness. ദൈവത്തോട് ക്ഷമ ചോദിച്ച He വിഷയമാണ്. said, yesterday, you know, he said that. ഒരു വിധത്തിൽ അദ്ദേഹം ഏതാണ്ട് പറഞ്ഞു ഒപ്പിച്ചു. His church grew. Today, no, he has given over his church to 3 or 4 of his disciples. But I think it came up to 12 lakhs or 15 lakhs of people. The church is not built by our image. It is built by obedience to the Holy Ghost. ഹല്ലേലൂയ. ഹല്ലേലൂയ. അദ്ദേഹം വിചാരിച്ച പോലെ സഭ ചുരുങ്ങിയില്ല, സഭ പിന്നെയും വളർന്നു. അദ്ദേഹത്തിന്റെ സഭയെ വീണ്ടും തന്നെ ശിഷ്യന്മാർക്ക് അദ്ദേഹം 3-4 പേർക്ക് ഭാഗിച്ചു കൊടുത്തു. ഇപ്പോൾ അത് വലിയ വളർന്നുകൊണ്ടിരിക്കുക. You know what? സഭ വളരുന്നത് ദൈവദാസന്റെ പ്രതിച്ഛായ കണ്ടിട്ടല്ല. ആമേൻ. സഭ വളരുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള അനുസരണത്തിലാണ്. Amen, amen. Not because of the image of the man of God, the church is growing, but provided you are willing to obey to the Holy Spirit, your church is going to grow and explode. Hallelujah. Amen. Hallelujah. Church, I want you to know that if the Holy Spirit tells you, do it. പരിശുദ്ധാത്മാവ് നിങ്ങളോട് എന്ത് പറഞ്ഞാലും അനുസരിക്കാം. If the Holy Spirit tells you to honor somebody, honor them. We always do that. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ ബഹുമാനിക്കാൻ പരിശുദ്ധാത്മാവോട് പറഞ്ഞാൽ ചെയ്യുക. We have so much of freedom in this church to do what the Lord tells you to do. കർത്താവ് നമ്മോട് പറയുന്നത് അനുസരിക്കുവാൻ ഇതുപോലെ സ്വാതന്ത്ര്യമുള്ള ഒരു സഭ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള സഭയായിരുന്നു. No, let me put it. No, that's not what I meant, brother. I mean, You know, the way we express things, it's like this. We don't have any rituals. We don't have any programs. We are the free to move as the Lord tells you because we want to walk in obedience. That's what ആമേൻ ആമേൻ. കർത്താവിനോടുള്ള അനുസരണത്തിൽ നമ്മൾ നടക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ചടങ്ങുകളോ കാര്യങ്ങളോ അല്ല നമുക്ക് പ്രധാനം. നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിന് വിധേയപ്പെട്ട് ദൈവം പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകുക. Where there is obedience, there is a blessing. എപ്പോൾ അനുസരണമുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്. So the third message I said was repentance and restitution. ആമേൻ. ഇങ്ങോട്ട് പറഞ്ഞ മൂന്നാമത്തെ സന്ദേശം മാനസാന്തരവും യഥാസ്ഥാപനവും. The next thing we're going to look at is the character of Paul again. അടുത്തതായിട്ട് വീണ്ടും നമുക്ക് പൗലോസിന്റെ Paul is now sending a letter to Philemon. ഇപ്പോൾ പൗലോസ് ഫിലോമോൻ എഴുത്തയക്കുക. He is sending the letter through Onesimus. ഒനേസിമോസിന്റെ കയ്യിലാണ് എഴുത്ത് കൊടുത്തത്. Why is he sending the letter through Onesimus? ഒനേസിമോസിന്റെ കയ്യിൽ കൂടെ എന്തിനാ Because കൊടുത്തയക്കുന്നത്? Onesimus is scared of meeting with Philemon. ഹല്ലേലൂയ. നോക്കണമേ, ഈ ഒനേസിമോസ് ഫിലോമോനെ അഭിമുഖീകരിക്കാൻ പ്രയാസപ്പെടുക. Right? That's what I was talking to you about. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. But the letter goes through as grace. ഹല്ലേലൂയ. എന്നാൽ തനിക്കൊരു കൃപ കിട്ടത്തക്ക രീതിയിലാണ് ഈ എഴുത്ത് പോകുന്നത്. He goes back to Philemon. ഫിലോമോന്റെ അടുത്തേക്ക് അദ്ദേഹം മടങ്ങി പോവുക. Imagine he knocks at the door. ഫിലോമോന്റെ ഡോറിൽ മുട്ടുമ്പോൾ Philemon opens the door. ഫിലോമോൻ ഡോർ തുറക്കും. Aha, Onesimus, I was waiting to see you. I had just called 911. I was about to catch you. Maybe that is the way Philemon was standing there. ആമേൻ ആമേൻ. ഫിലോമോൻ കഥ തുറക്കുമ്പോൾ അതെ ഒനേസിമോസ് നീ വന്നോടാ, ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്, ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. ഇതുപോലെ ആയിരിക്കും ഒരു പക്ഷേ Immediately, you know what Onesimus will do?
ഒനേസിമസ് എന്ത് ചെയ്യും? Paul, letter Paul. He would have said like that. പേടിച്ച് വിറച്ച് പൗലോസ് ലെറ്റർ മുഴുവൻ പറയാൻ പോലും അറിയത്തില്ല, ഇങ്ങനെ കാണിച്ചു കാണും. Do you know many times when the devil is about to trap you, you say, I have the letter of the Holy Ghost inside me. Praise the Lord. പിശാച് നിങ്ങളെ പലപ്പോഴും കെണിയിൽ അകപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ചങ്കൂറ്റത്തോടെ പറയണം, പിശാച് നിനക്കറിയാമോ, എൻ്റെ അപ്പന്റെ പത്രം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ അപ്പന്റെ എഴുത്ത് എൻ്റെ കയ്യിലുണ്ടോ. Many times when the situations of life begin to bombard you, you say, I have a letter from Almighty God with me. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ നിങ്ങളെ ചൂതാടാൻ പാറ്റിക്കളയാൻ ശ്രമിക്കുമ്പോൾ ധൈര്യത്തോടെ വിളിച്ചു പറയണം, എൻ്റെ അപ്പൻ എഴുതിയ ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം, ഒരിക്കലും മാറാത്ത വചനം എൻ്റെ കയ്യിലുണ്ട്. This morning my brother was praying, he said, we are letters of the Holy Ghost. ആമേൻ. രാവിലെ ഹല്ലേലൂയ ദേവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ പത്രമാണെന്ന് പ്രാർത്ഥിച്ചു. Hallelujah. Amen. Hallelujah. Amen. Hallelujah. He Praise said, the Lord. here is a letter from Paul. It is that letter we are reading today. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഒനേസിമസ് പറഞ്ഞു, ഇത് പൗലോസ് അപ്പോസ്തലന്റെ ഒരു ലെറ്റർ ഉണ്ട്, ഇതാ നമ്മൾ വായിക്കുന്നത്. And there we see this beautiful thing about Paul. The next thing we read, this letter talks about a request. ഹല്ലേലൂയ. ഈ ലെറ്റർ ഒരു അപേക്ഷയുള്ള ലെറ്ററാ. Paul is requesting to Philemon. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഫിലെമോനോട് ഒരു കാര്യം അപേക്ഷിക്കുക. Can you go up? No, come down. See this verse? Come down. Keep coming down. One from verse 1. Come here. That's right. Go to verse 1. Okay. He is writing, Paul, a prisoner of Jesus Christ, and Timothy, our brother, to Philemon, our dearly beloved and fellow laborer. We are focusing on the character of Paul. Look at what Paul says, fellow laborer. നോക്കണമേ, പൗലോസിന്റെ സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കുകയാണ്. സഹപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് Hey, this guy Philemon has not worked as much as Paul has worked. പൗലോസ് പ്രവർത്തിച്ചതിന്റെ അത്ര ഒന്നും ഫിലോമോൻ പ്രവർത്തിച്ചിട്ടില്ല. But Paul is willing to acknowledge Philemon as a fellow laborer. ആമേൻ ആമേൻ. എന്നാൽ ഇത്രയും തന്റെ അത്രയും അധ്വാനിച്ചിട്ടില്ലെങ്കിലും അതിൽ കുറവ് അധ്വാനമേ ചെയ്തിട്ടുള്ളെങ്കിലും ഫിലോമോനെ ഒരു അധ്വാനി എന്നുള്ള നിലയിൽ അംഗീകരിക്കുവാൻ ഈ ദൈവദാസൻ ഒരുക്കമാണ്. Hallelujah. സ്തോത്രം. If you see a drop of my God's anointing in anyone, honor them. ആമേൻ ആമേൻ. കർത്താവിന്റെ അഭിഷേകത്തിന്റെ ഒരു അല്പമെങ്കിലും ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ മാനിക്കണം. Maybe they are just born again. ഒരുപക്ഷെ ഇപ്പൊ വീണ്ടും ജനിച്ചേ Maybe ഉള്ളായിരിക്കും. they're just coming into the kingdom of God. ദൈവരാജ്യത്തിലേക്ക് ഇപ്പൊ വരുന്നേ Maybe ഉള്ളായിരിക്കും. they have just started preaching the word of God. ദൈവത്തിന് ഇപ്പൊ പ്രസംഗിക്കാൻ തുടങ്ങിയതേ But ഉള്ളായിരിക്കും. they need to be honored and acknowledged. എന്നാൽ അവര് മാനിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം. That is the example we see from Paul. അതാണ് പൗലോസിന്റെ മാതൃക How many കാണുന്നത്. of you feel you have the anointing of the Lord upon you? എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്? Because of the anointing of the Lord, you are worthy of honor from the Lord. ഓ, ക്രിസ്തുവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ മാനത്തിന് യോഗ്യരാ. You are vessels of honor. നിങ്ങൾ മാനപാത്രങ്ങളോ. That is why the Lord has brought you here. Hallelujah. ഇവിടെ നിങ്ങളെ കൊണ്ടുവന്ന കർത്താവ്. Every child who is baptized, who is born again, when you look at them, you must honor them. ഓ, വീണ്ടും ജനിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ഓരോ കുഞ്ഞിനെയും നമ്മൾ കാണുമ്പോൾ കർത്താവിന്റെ അംശം അവരിൽ ഉള്ളതുകൊണ്ട് നമ്മൾ അവരെ മാനിക്കണം. Hallelujah. Paul says he is a fellow laborer. ഓ, പൗലോസ് പറയുകയാണ്, നീ എന്റെ സഹപഠനാണ്. He says to the church in your house. നിന്റെ വീട്ടിലുള്ള സഭയ്ക്കും. Hallelujah. Amen. That's what I was telling you right in the beginning. This man Philemon had a church in his house. ആദ്യം തൊട്ടേ പറഞ്ഞ അതാണ്, ഫിലോമോന് തന്റെ വീട്ടിലൊരു സഭയുണ്ട്. You know what? I've shared this in another way. വേറെ രീതിയിൽ ഞാൻ ഇതിനെ In പറഞ്ഞിട്ടുണ്ട്. another state in the United States of America, അമേരിക്കയിലെ വേറൊരു സ്റ്റേറ്റിൽ a man called me some time ago, 2 years ago. 2 വർഷത്തിന് മുമ്പ് ഒരു ദേവദാസനെ He വിളിച്ചു. said, Pastor, I had a wonderful prayer meeting in my home. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലൊരു നല്ല പ്രാർത്ഥനയുണ്ട്. A man of God started a church. ഒരു ദേവദാസൻ ഒരു സഭ തുടങ്ങി. Our prayer meeting also got into the church. ഹല്ലേലൂയ. ആ പ്രാർത്ഥന മീറ്റിംഗ് ഒരു സഭയായി തീർന്നു. Now I don't have my prayer meeting. I don't have any spirituality. ഹല്ലേലൂയ. ഇപ്പോൾ എനിക്ക് പ്രാർത്ഥനയുമില്ല, ആത്മീയതയുമില്ല. But I thank God. എന്നാൽ ഞാൻ ദൈവത്തെ In സ്തുതിക്കുക. this land we have set a different example. ഓ, ഈ ദേശത്ത് നമ്മൾ വേറൊരു മാതൃക സ്ഥാപിക്കേണ്ടത്. One day in eternity, many of us will know the value of freedom we have in this church. ആമേൻ ആമേൻ. നമ്മൾ ഒരുപക്ഷെ നിത്യത ചെല്ലുമ്പോൾ മാത്രമേ ദൈവം നമുക്ക് സ്വാതന്ത്ര്യത്തെ നമ്മൾ തിരിച്ചറിയത്തുള്ളൂ. I thank my God. I have never destroyed anybody's prayer meeting. I have not done any of these things. I know my God will plant a church and He alone will take the glory for that. ആമേൻ. ഞാൻ ദൈവത്തെ പ്രത്യേകമായി സ്തുതിക്കുകയാണ്. ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിനെ അലങ്കോലപ്പെടുത്തുവാനോ അതിനെ ഇല്ലായ്മ ചെയ്യുവാനോ ഒരിക്കലും എനിക്ക് ദൈവം എനിക്ക് ഇടയായിട്ടില്ല. കർത്താവ് എന്നെ ഏൽപ്പിച്ചത് വിശ്വസിച്ചോട് ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തെ We സ്തുതിക്കുന്നു. are called to build, not to destroy. ഹല്ലേലൂയ. നമ്മളെ ദൈവം പണിയാനാണ് വിളിച്ചത്, ഇടിച്ചു Of കളയുവാനല്ല. course, people have tried to destroy this church by trying to pull people out. I've seen what happened to them. That doesn't matter.
my sister Sonia was telling me the other day, whatever God has not planted, He will uproot. ആമേൻ ആമേൻ ഹല്ലേലൂയ. ഈ സഭയിൽ നാളിലെ പിടിച്ച് ഹല്ലേലൂയ സഭയ്ക്കെതിരെ പലരും പ്രവർത്തിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ സർ കഴിഞ്ഞ ദിവസം സോണിയ സിസ്റ്റർ പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്വർഗ്ഗസ്ഥനായ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പിഴുതു പോകും. Hallelujah. Somebody shout an amen. ആമേൻ. Those who are sleeping, lift your hands and praise God. Hallelujah. മാത്രം കയ്യർത്തി സിസ്റ്റർ. Hallelujah. Praise the Lord. So that is the beauty. As you come down, when I scroll down, give me verse 4, verse 5. Okay, verse 4, please. നാലാമത്തെ വാക്യം. The next thing we see about Paul, പൗലോസിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ he says, I thank my God, making mention of you always in my prayers. ആമേൻ ആമേൻ. നിന്നെ പറ്റി ഓർക്കുമ്പോഴൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകുന്നു എന്ന് അപ്പോസ്തലൻ പറയുക. Now wait a minute. ശ്രദ്ധിക്കണേ. Do you think Paul, the great apostle, is always praying for Philemon? അപ്പോസ്തലനായ പൗലോസ് ഈ ഫിലോമോന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുകയാണോ? You think so? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? Every day, morning and evening, Philemon, 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 bless him. Hallelujah. How much will you pray for a Philemon? എത്ര രാവിലെ വൈകിട്ടും എല്ലാം ഫിലോമോൻ ഫിലോമോൻ എന്ന് പ്രാർത്ഥിക്കുകയാണോ? Oh, increase the church, increase the place of Colossae, increase the people, bless his children, his grandchildren, even up to the generation. How much can you pray for a man? ഒരു വ്യക്തിക്ക് വേണ്ടി എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റും? So what is Paul telling a lie? എന്നാൽ അതേ സമയം തന്നെ അപ്പോസ്തലൻ കള്ളം പറയുവാണോ? Is Paul using flattery? അതേ ചുമ്മാ അടിച്ചു വിടുവാണോ? No. Hallelujah. There is a spiritual truth mentioned here. ഇവിടെ ഒരു ആത്മീയ സത്യം പറഞ്ഞിട്ടുണ്ട്. This is something I want you to know. നിങ്ങൾ ഇത് അറിയണം. Your presence in the presence of God is used by God to lead many into the salvation. ആമേൻ ആമേൻ. ദൈവസന്നിധിയിൽ നിങ്ങൾ സമയം ചിലവഴിക്കുന്നത് നിമിത്തമായി അനേകർ വിടുവിക്കപ്പെട്ട് ദൈവരാജ്യത്തിൽ കടന്നു വരാൻ ഇടയാവും നിങ്ങൾ അറിയുന്നു. Paul was always in the presence of God, preaching and teaching and doing his work. ആമേൻ ആമേൻ. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് എപ്പോഴും ദൈവസന്നിധിയിൽ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവുമായിട്ട് നിരന്തരം അദ്ദേഹം ദൈവസന്നിധിയിലാണ്. And when he is in the presence of God, അദ്ദേഹം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ God is able, or rather let me say, God is using this man's faithfulness to touch many people. ആമേൻ. ഇദ്ദേഹത്തിന്റെ ഈ വിശ്വസ്ത നിമിത്തമായി തന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം തമ്പുരാൻ അതാത് സ്ഥലങ്ങളിൽ നിവർത്തിക്കുക. Do you know what Jesus is doing right now? യേശു നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? Church, what is Jesus doing right now? യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? He is on the right hand side of the Father. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുക. What is he doing? യേശു എന്ത് ചെയ്യുന്നു? You know, many times I've said, Lord, you are my best intercessor. I thank you. പലപ്പോഴും ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ നീയാണ് എന്റെ യഥാർത്ഥ മധ്യസ്ഥ. Wherever I go in the world, you are praying all the time for me. ഞാൻ എവിടെ ലോകത്തിൽ പോയാലും അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. I was speaking to a sister in India. She was praying for me. ഇന്ത്യയിലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരിയോട് And she സംസാരിച്ചു. told me like this. സഹോദരി ഇങ്ങനെ പറഞ്ഞു, Pastor, I am praying, but I want to tell you, the Lord himself has told me that he's praying for you. Something like that he said. ആ സഹോദരി പറഞ്ഞു, പാസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. What does it mean? അതിന്റെ അർത്ഥം എന്താ? It means അതിന്റെ അർത്ഥം the presence of the Lord Jesus Christ on the right hand side of the Father is prayer itself. ആമേൻ ആമേൻ. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശു കർത്താവിന്റെ സാന്നിധ്യം പ്രാർത്ഥന തന്നെയാണ്. I need to explain this and we'll stop. It's 12:20. Listen to me. This is very important. ഇത് വിശദീകരിച്ചിട്ട് നിർത്താം. Come here. Thank you. Watch this. When I get it on him. കർത്താവ് അനുഗ്രഹിക്കണമേ, പിതാവ് സഹായിക്കണമേ. Let's say this is the church. ചിന്തിക്കുക, ഇതാണ് സഭ. And in the church there are so many members. ഈ സഭയിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. If this is the church, ഇതൊരു this സഭയാണെങ്കിൽ is Christ, you know, the head. ശിരസ് ക്രിസ്തുവാണ്. And this is the body. ഹല്ലേലൂയ. ഇത് ശരീരം. The servants who serve, they are the hands. ഹല്ലേലൂയ. ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാരാണ് കരങ്ങൾ. The prayer warriors are the legs, let's say. ഹല്ലേലൂയ. പ്രാർത്ഥനാ പോരാളികൾ അതിന്റെ But the church is connected to the let's say the Lord Jesus Christ. സഭ യേശു കർത്താവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. And the Lord Jesus Christ is with the Father. Let's say he's the Father. യേശു കർത്താവ് പിതാവുമായിട്ട് ഒത്തിരിക്കുക. There's a beautiful relationship here. ഇവിടെ ഒരു നല്ല ബന്ധം നമുക്ക് കാണാം. Jesus is in the right hand side of the Father. യേശു പിതാവിന്റെ വലത്തുഭാഗത്ത്. And the church is inside the heart of Jesus. സഭ എവിടെയാ? ക്രിസ്തുവിന്റെ ഹൃദയത്തിനുള്ളിൽ. Hallelujah. Praise the Lord. You read the book of Songs of Solomon, you'll understand that. Amen. The church is in the heart of the Lord Jesus. സഭ ക്രിസ്തുവിന്റെ ഉള്ളിൽ കർത്താവ് വഹിച്ചിരിക്കുക. And Jesus is in the heart of the church. ഹല്ലേലൂയ. അതെ, ഈ സഭയുടെ ഹൃദയത്തിലാണ് യേശു. It's a wonderful relationship. അതൊരു മനോഹരമായ ബന്ധമാണ്. Hallelujah. Now supposing Jesus said, ഒരുപക്ഷേ യേശു ഇങ്ങനെ പറയുന്നു വിചാരിക്കുക, I am going to take these people, this church out of my heart. എന്റെ ഹൃദയത്തിൽ നിന്ന് ഈ ചർച്ചിനെ എടുത്തു മാറ്റുക. You see, God's presence moves away from that church. ഹല്ലേലൂയ. അങ്ങനെ ആയാൽ ദൈവസാന്നിധ്യം ആ സഭയെ വിട്ടുമാറും. It is because Jesus Christ pleads forever for his church that we are alive and active. ആമേൻ ആമേൻ. നമ്മൾ തിരിച്ചറിയണം, കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഇടവിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതും സജീവമായിട്ട് ആയിരിക്കുന്നതും. Hallelujah. We are in a fellowship with Jesus. നമ്മൾ യേശുവുമായി ഒരു കൂട്ടായ്മ ബന്ധത്തിലാണ്. When God the Father looks at Jesus, പിതാവായ ദൈവം യേശുവിനെ നോക്കുമ്പോൾ, let's say
this is Jesus. God the Father is looking at Jesus. Who does he see? ഹല്ലേലൂയ. പിതാവായ ദൈവം യേശുവിനെ നോക്കുമ്പോൾ ആരെ പിതാവ് കാണുന്നത്? In the heart of Jesus, who does he see? യേശുവിന്റെ ഹൃദയത്തിൽ ആരെ പിതാവ് കാണുന്നത്? He sees his blessed church. തന്റെ അനുഗ്രഹിക്കപ്പെട്ട സഭയെ കാണുകയാണ്. Hallelujah. The presence of Jesus in heaven is making God, helping God to see his own children with a new perspective. ആമേൻ ആമേൻ. യേശു കർത്താവിന്റെ പിതാവിന്റെ സന്നിധിയിലുള്ള സാന്നിധ്യം പിതാവായ ദൈവത്തെ തന്റെ ഉള്ളിലുള്ള സഭയെ കാണുവാനുള്ള ഒരു പ്രത്യേക സാഹചര്യമാക്കി തീർക്കുക. Because Jesus' presence is there. കാരണം യേശുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. Now I'm going to tell you something very important which you know. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട There കാര്യം. are servants of God which Jesus appoints for particular nations, particular towns and cities. ആമേൻ ആമേൻ. പ്രത്യേക ദേശങ്ങൾക്ക് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി ദൈവം മുൻനിർണയിച്ച് ആളുകളെ കമ്മീഷൻ ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. In the United States of America, there are very powerfully anointed men of God in different states. പല വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വളരെ ശക്തന്മാരായ അഭിഷക്തന്മാരുണ്ട്. They may not know their importance. അവരുടെ പ്രാധാന്യം അവർ For തിരിച്ചറിയുന്നില്ലായിരിക്കും. example, I don't want to mention any names. There's a great man of God. He's stopped preaching. But I know his presence in the United States of America is keeping the land from many destruction. ആമേൻ ആമേൻ. ഒരു ദൈവദാസൻ ഇപ്പോൾ അദ്ദേഹം ശുശ്രൂഷ കുറച്ചിട്ട് നിർത്തിയിരിക്കുകയാണ്. ആ ദൈവദാസന്റെ ഈ ജീവനോടെയുള്ള സാന്നിധ്യം തന്നെ ഈ ദേശത്തെ അനേക തിന്മകളിൽ നിന്ന് രക്ഷിക്കുക. When the devil begins to ഹല്ലേലൂയ. lay a claim on the United States of America, God forbid, ആമേൻ. പിശാച് ഈ ദേശത്തിനെതിരെ ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ Jesus says, my servant is there. ഹല്ലേലൂയ. പിശാചേ, നിനക്കറിയാമോ എന്റെ ദാസൻ അവിടെയുണ്ട്. My servant so and so in the name of my son Jesus has been appointed. As long as he is there, I will not touch the nation. ഹല്ലേലൂയ. എന്റെ മകനിൽ കൂടെ ശുശ്രൂഷിച്ച എന്റെ ദൈവദാസൻ, എന്റെ ദാസൻ അവിടെയുണ്ട്. അതുകൊണ്ട് അവന്റെ ജീവകാലത്ത് ഒരിക്കലും ഞാൻ ഈ ദേശത്തിന് ഒരു ഹാനി വരുത്തത്തില്ല. That is why you and I must pray for genuine servants of God when the others become old and die. അതുകൊണ്ടാണ് യഥാർത്ഥ ദൈവദാസന്മാർ പ്രായമായി അവര് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുമ്പോൾ യഥാർത്ഥ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള Your ഉത്തരവാദിത്വം. presence with God makes a big difference to the nation. ആമേൻ ആമേൻ. നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് ദേശങ്ങൾക്ക് വലിയ വ്യതിയാനത്തിനും അനുഗ്രഹത്തിനും കാരണമാകും. I'm going to go one more step. ഒരു പടിയോടെ പോവുകയാണ്. If there is a church of 10 people who are so hard and fast on the Lord Jesus Christ, he can save the nation just for 10 people. ആമേൻ ആമേൻ. ഹല്ലേലൂയ. വെറും 10 പേരുള്ള ഒരു സഭയാണെങ്കിൽ പോലും കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, അവർ കോംപ്രമൈസ് ചെയ്യാതെ യേശുവിന് വേണ്ടി മാത്രം നിന്നാൽ ആ 10 പേരിൽ കൂടെ ആ രാജ്യത്തെ മുഴുവൻ ദൈവം രക്ഷിക്കും. അബ്രഹാമിന്റെ കാര്യം അറിയാം. He interceded for the nation of Sodom and Gomorrah. സോദോമിനും ഗോമോറയ്ക്കും വേണ്ടി അദ്ദേഹം ഇടവിൽ നിന്നു. Abraham said, അബ്രഹാം പറഞ്ഞു, Lord, if there are 10 people, പിതാവേ 10 നീതിമാന്മാരുണ്ടെങ്കിൽ God said, I will spare them. ഞാൻ അവരെ നശിപ്പിക്കത്തില്ല. But Sodom and Gomorrah was destroyed because there was not even 10 people in that city. 10 പേര് പോലും ആ പട്ടണത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ പട്ടണം നശിപ്പിക്കപ്പെട്ടു. But you and I must pray like this. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? Lord, at least for the sake of one soul, പിതാവേ, ഒരാത്മാവുണ്ട്, അവനെ ഉദ്ദേശിച്ചെങ്കിലും at least save the land. ദേശത്തെ രക്ഷിക്കണേ. God will value that. ദൈവം അതിനെ മാനിക്കും. Hallelujah. That is what we mean when Paul says, I am always praying for you. ഹല്ലേലൂയ. അപ്പോസ്തലൻ, ഞാൻ എപ്പോഴും നിനക്ക് പ്രാർത്ഥന നിന്നെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് എൻ്റെ അർത്ഥം. I am always interceding for you. My presence with my God in the Lord Jesus Christ is bringing changes to you. ആമേൻ ആമേൻ. യേശുക്രിസ്തുവിൽ ഞാൻ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നതുകൊണ്ട് ആ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി. And now I'm going to tell you one thing very important. This is the reason why you should have a clean relationship with the pastor of your church. Any church you go, have a healthy relationship with the pastor. If you're going out of land, just give him a call and say, Pastor, I'm going out, keep me in prayer. It is not just, making somebody happy. There is a spiritual principle working out there. ആമേൻ ആമേൻ. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ആത്മീയമായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ വളരെ നിഷ്കളങ്കത്വവും അല്ലെങ്കിൽ ശുദ്ധീകരണത്തിലും നമ്മൾ നിലനിൽക്കണം. നമ്മളായിരിക്കുന്ന ദൈവസഭയിൽ എവിടെയാണെങ്കിലും ആ ദൈവദാസനുമായിട്ട് നമുക്കൊരു നല്ല മനസ്സാക്ഷിയിലുള്ള നല്ലൊരു അല്ലെങ്കിൽ സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. ദേശം വിട്ട് പോവുകയാണെങ്കിൽ ദൈവദാസനെ അറിയിക്കണം, ദൈവദാസനെ ഞാൻ ഇന്നടുത്ത് പോവുകയാണ്. അതിന്റെ പിന്നിൽ ആത്മീയമായ പല കാര്യങ്ങളുണ്ട്. It's not a commandment. അതൊരു കൽപ്പനയല്ല. You don't have to, by the way, you don't have to call me and say, I'm going here, I'm going there. Tomorrow I'm going to McDonald's. Tomorrow, Pastor, please pray for me. Tomorrow I'm going to Wendy's. Is it okay, Pastor, to go to Wendy's? Tomorrow I'm going to another place. Please, that's not what I meant. I hope this is clear. Please don't call me. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. Please feel free.
But I want you to know there is a spiritual dynamics that works in a church. The presence of God is there, and we must have a good relationship with the servants of God or the servant of God in that church. ആമേൻ ആമേൻ. ദൈവസാന്നിധ്യമുള്ള ഒരു സഭയിൽ നമ്മളായിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ ദൈവദാസനുമായിട്ടുള്ള ബന്ധത്തിൽ ചില ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. I learned it from life. ജീവിതത്തിൽ ഞാൻ പഠിച്ചതാ. When I was in a city in Bangalore, ഞാൻ ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ it was time for me to leave Bangalore and come back to Kerala. ബാംഗ്ലൂർ വിട്ട് കേരളത്തിൽ വരാൻ സമയമായപ്പോൾ I was with the man of God. ഞാൻ ഒരു ദേവദാസനോടൊപ്പം I ആയിരുന്നു. didn't know. I felt I should go and meet him. ഹല്ലേലൂയ. എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് തോന്നി. I went and met him and said, brother, it's not a pastor. I said, brother, it's time for me to leave. I want you to pray for me. He said, son, child, whatever you call me, I'm so glad you came and told me, and then he blessed me, and then he sent. I'm so grateful that I did it. I did not know I had to do it. I just did it. It was the Holy Spirit making me to do it. Amen, amen. So happy, so clean. I have a very clean conscience. Any church I have left with a very good spirit. The pastors have blessed me, and today I stand and reap the benefits of it. ആമേൻ ആമേൻ. ഹല്ലേലൂയ. പോകാൻ തുടങ്ങിയ സമയത്ത് ദേവദാസന്റെ അടുക്കൽ വന്ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷനായി. അദ്ദേഹം പറഞ്ഞു, മോനെ നീ വന്നത് എനിക്ക് വളരെ സന്തോഷമായി. അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ച് എന്നെ വിടുവാൻ ഇടയായിത്തീർന്നു. ഏതൊക്കെ സഭകളിൽ നിലനിന്നോ ആ ദേവദാസന്മാരുമായി നല്ലൊരു ബന്ധത്തിലായിരിക്കുവാൻ തക്കവണ്ണം ഒരു നല്ല മനസാക്ഷിയോടുകൂടി ആയിരിക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഞാനായിട്ട് സ്വയമായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്ത് അല്ലെങ്കിൽ തന്നെ പരിശുദ്ധാത്മാവ് അത് മുൻകൈയെടുത്ത് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഞാൻ നിക്ഷേപിച്ച എല്ലാ നല്ല നിക്ഷേപങ്ങളും ഈ കാലഘട്ടത്തിൽ വളരെയധികമായി കൊയ്യുവാൻ ദൈവം ഇടയാക്കുന്നു. അതിനായി ദൈവത്തിന് സ്തോത്രം. Point. ഒന്നാമത്തെ പോയിന്റ്, honor the presence of Jesus Christ with God the Father. Honor servants of God who may be interceding for you day and night. Hallelujah. Not by, honoring doesn't mean you have to stand before him like this. No. Pray for them. Be part of their fellowship. Be part of the work that they're doing. Continuously intercede for them. I tell you, such a relationship is so powerful that the devil is scared of it. ആമേൻ ആമേൻ. അങ്ങനെ ഉറച്ച അടിസ്ഥാനത്തിന്മേൽ ഹല്ലേലൂയ സ്തോത്രം അതേ ദൈവദാസനുമായുള്ള ബന്ധത്തിൽ ഇന്റർസീഡ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ബന്ധത്തെ പിശാചിന് വലിയ ഭീഷണിയായി പിശാച് കണക്കാക്കും. And we are going to take over the land in Jesus' name. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ദേശത്തെ പിടിച്ചെടുക്കാൻ Let's stand up and give God the glory. നമുക്ക് എഴുന്നേറ്റ് കർത്താവിന് മഹത്വം കൊടുക്കാം. Let's thank the Lord for what he has spoken to us tonight. ദൈവം This നമ്മോട് morning. സംസാരിച്ച വചനങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. Hallelujah. Thank you, Father. To God be the glory, great things he has done. So loved he the world that he gave us his son, who in an atonement for sin, and opened the life gate that all may go in. Praise the Lord, praise the Lord, let the earth hear his voice. Praise the Lord, praise the Lord, let the people rejoice. Oh, come to the Father through Jesus the Son, and give him the glory, great things he has done. Oh, come to the Father through Jesus the Son, and give him the things he has done. Great things he has promised, great things he has done, and great our rejoicing through Jesus the Son, the vilest offender who truly believes that moment from Jesus a pardon receive. Praise the Lord, praise the Lord, let the earth hear his voice. Praise the Lord, praise the Lord, let the people rejoice. Oh, come to the Father through Jesus the Son, and give him the glory, great things he has done. Father, we thank you for the wonderful time. Thank you for the word. Thank you for the power. Thank you for the anointing. Thank you for dealing with your children. We bless this church today. We bless your children here today. Lord, if we have dishonored servants of God, if we have dishonored people who have been interceding for us, we want to ask you a big forgiveness and bless them, bless their works. Lord, we thank you for every servant of God who you have appointed in different parts of this nation, in different parts of the world. We want to stand with them and see that the work that you have given to them
will become complete. And we pray for any person who is sick today. I thank you because the healing power is always here. We thank you for every kind of release. Lord, we pray that people will get jobs. We pray that there will be a move over in their lives. We pray that there will be prosperity according to the word of God. We pray that there will be goodness according to the desire of God. I pray we will be able to enjoy the good of this land because it is your plan and purpose. We thank you for the anointing. We thank you for the clear minds today. We love you. In Jesus' mighty name we pray. And the people of God said, Amen. Praise God.